യോഹന്നാൻ്റെ സുവിശേഷം 3-ാമത്തെ അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ് സുവിശേഷ വിചിന്തനത്തിനായിട്ട് തിരുസഭാ മാതാവ് നമുക്ക് നൽകിയിട്ടുള്ളത്. യേശുവിനെ കാണുവാനായിട്ട് നിക്കോദേമോസ് വരുന്നു. അദ്ദേഹത്തിൻ്റെ യാത്രയ്ക്കൊരു പ്രത്യേകതയുണ്ട്. ഇരുട്ടിൽ നിന്ന് നിത്യപ്രകാശമായ "ഐ ആം ദ ലൈറ്റ് ഓഫ് ദി വേൾഡ്" എന്ന് അരുളി ചെയ്ത യേശുവിനെ കാണുവാനായിട്ടാണ് അദ്ദേഹം വരുന്നതെങ്കിൽ, ദ്രവ്യാഗ്രഹത്തിൽ മനസ്സ് നനച്ച യൂദാസ്കറിയോത്തായെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ കുർബാന സ്വീകരിച്ചു കഴിയുമ്പോൾ അദ്ദേഹം നിത്യപ്രകാശമായ യേശുക്രിസ്തു എന്ന ഇരുട്ടിലേക്ക് കടന്നു പോകുന്നു. അവനിൽ പിശാച് പ്രവർത്തിച്ചു എന്ന് വേദപുസ്തകം നമ്മളോട് പറയുന്നുണ്ട്. നിന്നിലുള്ള ഇരുളാകാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുക എന്ന് യോഹന്നാൻ 11:35 നമ്മളോട് പറയുന്നു. നമ്മൾ കാണുന്നുണ്ട് യേശുവിൻ്റെ മാറിച്ചാരിയ യോഹന്നാൻ. ആ യോഹന്നാന് കിട്ടിയ ഹൃദയതാളം സ്നേഹതാളമാണ്, പ്രകാശത്തിൻ്റെ താളമാണ്. അവൻ കുരിശിൻ്റെ ചൂട്ടിൽ നിന്ന് ഏക ശിഷ്യനായി മാറുന്നു. പണത്തിച്ചാരിയ യൂദാസിന് പണം ചതിവായിട്ട് പാറുന്നു. നമ്മൾ ദേവാലയ ഭണ്ഡാരം എല്ലാവരുടെയും പണം സ്വീകരിക്കുന്നുവെങ്കിലും യൂദാസിൻ്റെ പണം സ്വീകരിക്കുന്നതായിട്ട് നമ്മൾ വേദപുസ്തകത്തിൽ വായിക്കുന്നില്ല. ദൃഢത്തിൻ്റെ ദുരാശ, കണ്ണുകളുടെ ദുരാശ, ജീവിതത്തിൻ്റെ അഹന്ത, ഇങ്ങനെ ലോകത്തിലൊന്നും പിതാവിൻ്റേതല്ല, പ്രത്യുത ലോകത്തിൻ്റേതാണ്. ലോകം അതിലെ മോഹങ്ങളും കടന്നു പോകുന്നു. ദൈവഹിതം പ്രവർത്തിക്കുന്നവരാകട്ടെ എന്നേക്കും നിലനിൽക്കുന്നുവെന്ന് 1 യോഹന്നാൻ 2:16-17 നമ്മളോട് പറയുന്നു. നമ്മൾ കാണുന്നുണ്ട്, അടയാളങ്ങൾ എപ്പോഴും യേശുക്രിസ്തുവിലേക്ക് നമ്മളെ നയിക്കേണ്ടതാണ്. അത്ഭുതങ്ങളെല്ലാം വിശുദ്ധ കുർബാനയിലേക്ക് ചേർന്ന് വരാൻ തക്കവണ്ണം നമ്മളെ ഉയർത്തേണ്ടതാണ്. അടയാളങ്ങളും അത്ഭുതങ്ങളും നമ്മളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം സ്വായത്തമാക്കാനായിട്ടുള്ള മാർഗരേഖകൾ മാത്രമാണ്. നിക്കോദിമോസ് അടയാളങ്ങളെ തിരിച്ചറിയുന്ന ഇസ്രായേലിൻ്റെ ഗുരുവാണ്. അദ്ദേഹം യേശുനാഥനോട് പറയുന്നു, "റബ്ബി, അങ്ങ് ദൈവത്തിൽ നിന്ന് വന്ന ഒരു ഗുരുവാണെന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവം കൂടെയില്ലെങ്കിൽ ഒരുവനും നീ ചെയ്യുന്ന ഈ അടയാളങ്ങൾ പ്രവർത്തിക്കുവാൻ കഴിയുകയില്ല." യോഹന്നാൻ 3:2 പറയുന്നുണ്ട്. നമ്മൾ കാണുന്നു, യേശുക്രിസ്തുവിനെ തേടി അത്ഭുതം കണ്ടവർ 5 അപ്പം കൊണ്ട് 5000 പേരുടെ വിശപ്പടക്കുന്ന യേശുവിനെ കണ്ടപ്പോൾ അവരെല്ലാവരും വീണ്ടും അവനെ തേടിയെത്തുമ്പോൾ കർത്താവ് പറയുന്നൊരു വാക്കുണ്ട്, യോഹന്നാൻ 6:27, "നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ തരുന്ന നിത്യജീവൻ്റെ അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുവിൻ" എന്ന് നമ്മുടെ കർത്താവ് പറയുന്നു. അടയാളങ്ങൾ തിരിച്ചറിയുന്ന നിക്കോദിമോസ്, അവനോട് കർത്താവ് അരുളി ചെയ്യുന്നു, വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യം കാണാൻ കഴിയുകയില്ല. യോഹന്നാൻ 3:3 പറയുന്നു. വീണ്ടും ജനനമെന്ന ക്രിസ്തുനാഥൻ്റെ പ്രബോധനം നിക്കോദേമോസ് വ്യക്തമാകാതെ വന്നതിനാൽ അവിടുന്ന് അരുളി, "മാംസത്തിൽ നിന്ന് ജനിക്കുന്ന മാംസമാണ്, ആത്മാവിൽ നിന്ന് ജനിക്കുന്നത് ആത്മാവ്." നമ്മളിൽ 2 മനുഷ്യരുണ്ട്. ഒന്ന് ജഡിക മനുഷ്യനുണ്ട്, മാംസത്തിൻ്റെ മനുഷ്യൻ. ആത്മീയ മനുഷ്യനുണ്ട്, അത് ആത്മാവിൽ ജനിക്കുന്ന മനുഷ്യനാണ്. അങ്ങനെ നമ്മൾ 2 കൊത്തുകൂടുന്ന പറവുകളുണ്ട്. ജഡിക മനുഷ്യൻ പ്രബലപ്പെടുമ്പോൾ ആത്മീയ മനുഷ്യൻ ദുർബലമാകും. ആത്മീയ മനുഷ്യൻ പ്രബലമാകുമ്പോൾ ജഡിക മനുഷ്യൻ ദുർബലമാകും. അപ്പോൾ ആത്മീയ മനുഷ്യൻ്റെ തലം, ലക്ഷ്യം എന്ന് പറയുന്നത് അദൃശ്യമായവയിലാണ്. 2 കൊരിന്തോസ് 4:18 പറയുന്നുണ്ട്, "ദൃശ്യമായവയല്ല അദൃശ്യമായവയാണ് ഞങ്ങളുടെ ലക്ഷ്യം. ദൃശ്യങ്ങൾ നശ്വരങ്ങളാണ്, അദൃശ്യങ്ങൾ അനശ്വരങ്ങളും" എന്ന് പറയുന്നുണ്ട്. നമ്മൾ യേശുക്രിസ്തുവിലേക്ക് വരുമ്പോൾ നമ്മുടെ ജഡിക മനുഷ്യൻ മരിക്കുകയും ജഡിക മനുഷ്യൻ ശവമായി മാറുകയും ആത്മീയ മനുഷ്യൻ ശിവമായി മാറുകയും ചെയ്യുന്നു. 2 കൊരിന്തോസ് 5:17 പറയുന്നുണ്ട്, "ക്രിസ്തുവിൽ ആയിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്, പഴയത് കടന്നുപോയി, ഇതാ പുതിയത് വന്നു കഴിഞ്ഞു." ഗലാത്യ ലേഖനം ജഡത്തിൻ്റെ വ്യാപാരങ്ങളെയും ആത്മാവിൻ്റെ വ്യാപാരങ്ങളെയും വ്യക്തമാക്കുന്നുണ്ട്. ഗലാത്യ ലേഖനം 5:19 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ പറയുന്നുണ്ട്, ജഡത്തിൻ്റെ വ്യാപാരങ്ങൾ എല്ലാവർക്കും അറിയാം. അവ വ്യഭിചാരം, അശുദ്ധി, ദുർവൃത്തി, വിഗ്രഹാരാധന, ആഭിചാരം, ശത്രുത, കലഹം, അസൂയ, കോപം, മാത്സര്യം, ഭിന്നത, വിഭാഗീയ ചിന്ത, വിദ്വേഷം, മദ്യപാനം, മധുരോത്സവം ഇവയും ഈദൃശമായ മറ്റ് പ്രവൃത്തികളുമാണ്. ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടുന്നവർ സ്വരാജ്യം അവകാശപ്പെടുത്തുകയില്ല എന്ന് നമ്മുടെ കർത്താവ് പറയുന്നുണ്ട്. വീണ്ടും ജനനം എന്ന് പറയുന്നത് ആത്മാവിലുള്ള ജനനമാണ്. നമ്മുടെ ജഡിക മനുഷ്യൻ ശവമായി മാറുകയും നമ്മുടെ ആത്മീയ മനുഷ്യൻ ശിവമായി മാറുകയും ചെയ്യുന്ന പ്രവൃത്തികളാണ്. ആ സമയത്ത് നമുക്ക് ലഭിക്കുന്ന ആത്മാവിൻ്റെ ഫലങ്ങൾ, ജീവൻ്റെ ഫലങ്ങൾ നമ്മളിൽ നിറഞ്ഞു നിൽക്കും. ആത്മാവിൻ്റെ ഫലങ്ങൾ സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം ഇവയാണ്. യേശുക്രിസ്തുവിലുള്ളവർ തങ്ങളുടെ ജഡത്തെ അതിൻ്റെ വികാരങ്ങളോടും മോഹങ്ങളോടും കൂടെ ക്രൂശിച്ചിരിക്കുന്നുവെന്ന് ഗലാത്യ ലേഖനം 5:22 നമ്മളോട് പറയുന്നുണ്ട്. നമ്മുടെ ജീവിതയാത്രയിൽ നമ്മൾ ജീർണതയുടെ അടിമത്തത്തിലാണെങ്കിൽ നമ്മൾ ജഡിക മനുഷ്യരാണ്.
മറിച്ച് ദൈവമക്കളുടെ സ്വാതന്ത്ര്യം നമുക്ക് ലഭിക്കുന്നത് നമ്മൾ ആത്മീയ മനുഷ്യരാകുമ്പോഴാണ്. റോമാലേഖനം 8:21 പറയുന്നുണ്ട്, സൃഷ്ടി ജീർണതയുടെ അടിമത്തിൽ നിന്ന് മോചിതമാവുകയും ദൈവമക്കളുടെ സ്വാതന്ത്ര്യം പ്രാപിക്കുകയും ചെയ്യണം എന്ന് പറയുന്നുണ്ട്. നമ്മളുടെ ജഡകീയ മനുഷ്യനിൽ നിന്ന് ആത്മീയ മനുഷ്യൻ ഉയരുന്ന കാര്യമാണ് കർത്താവ് നിക്കോദീമോസിനോട് പറയുന്നത്. 1 കൊരിന്ത്യർ 15:50 പൗലോസപ്പോസ്തലൻ തരുന്ന ദിശാബോധമുണ്ട്. ശരീരത്തിനോ രക്തത്തിനോ ദൈവരാജ്യം അവകാശപ്പെടുത്തുക സാധ്യമല്ലെന്നും നശ്വരമായത് അനശ്വരമായതിനെ അവകാശപ്പെടുത്തുകയില്ലെന്നും അദ്ദേഹം പറയുന്നുണ്ട്. നമ്മൾ ആലോചിക്കേണ്ട കാര്യം ഇതാണ്. നശ്വരമായതാണ് ജഡം. ആ ജഡത്തിന് അനശ്വരമായതിനെ സ്വന്തമാക്കാൻ കഴിയില്ല. അനശ്വരമായതാണ് ആത്മാവ്. ഈ ആത്മാവിന് മാത്രമേ ദൈവത്തെ ദൈവത്തിൻ്റെ സ്വന്തമാകാൻ കഴിയുകയുള്ളൂ. നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്, നമ്മൾ വളരെ കാര്യമായിട്ട് കാത്തു സൂക്ഷിക്കുന്ന ഈ ശരീരം ഒടുവിൽ പാറ്റ തിന്ന് തീർക്കുന്ന, പുഴു തിന്ന് തീർക്കുന്ന ഒരു ശരീരമാണ്. നമ്മൾ ഓർക്കുക. നമ്മൾ നോക്കുക, പറന്ന് കിടക്കുന്ന പറവ അത് ഭൂമിയിലെ പുഴുവിനെ കൊത്തിപ്പെറുക്കി തിന്നും. പക്ഷേ പറവ എപ്പോൾ ചത്തു വീഴുന്നോ ആ സമയം മുതൽ അതിൻ്റെ ശരീരം പുഴു തിന്ന് തീർക്കും. അപ്പം നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്, നമ്മൾക്ക് ഉയരങ്ങളിലേക്ക് ഉയരുന്ന സമയത്ത്, ആത്മാവിൽ നമ്മൾ ഉയരുന്ന സമയത്ത് അവിടെ ദൈവത്തിൻ്റെ കരവലയത്തിലാണ് നമ്മൾ. മറിച്ച് നമ്മൾ ജഡത്തിൻ്റെ വ്യാപാരങ്ങളിലാണെങ്കിൽ നമ്മൾ എന്തിനെയൊക്കെ സ്വീകരിക്കുന്നോ അതെല്ലാം നമ്മളെ കൊന്നു തീർക്കും, നമ്മളെ തിന്നു തീർക്കും. അതുകൊണ്ട് ജീവിതയാത്രയിൽ ദുഷ്ടതകളിലേക്കും പാപങ്ങളിലേക്കും വീഴാതിരിക്കാൻ ദൈവമേ, നിൻ്റെ പരിശുദ്ധാത്മാവിനാൽ എൻ്റെ ആത്മാവിനെ ഉയർത്തണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നീർത്തോടിനായി ദാഹിക്കുന്ന പോലെ ദൈവാനുഭവത്തിനായിട്ട് നമുക്ക് ദാഹിക്കാം. നിക്കോദീമോസ് കൊതിച്ചതുപോലെ ദൈവത്തിൻ്റെ ദർശനത്തിൽ ആനന്ദം കണ്ടെത്തുന്നവരായി നമുക്ക് മാറാനായിട്ട് കഴിയട്ടെ. അതുപോലെ തന്നെ നമ്മൾ കാണുന്നുണ്ട്, യാക്കോബിൻ്റെ ലേഖനം 4:7 പറയുന്നുണ്ട്, ദൈവത്തിന് വിധേയരാകുവിൻ, പിശാചിനെ ചേർത്ത് നിൽക്കുവിൻ, അപ്പോൾ അവൻ നിങ്ങളിൽ നിന്ന് ഓടി അകന്നുകൊള്ളും. ദൈവത്തോട് ചേർന്ന് നിൽക്കുവിൻ, അവിടെ നിന്ന് നിങ്ങളോട് ചേർന്ന് നിൽക്കും. നമ്മൾ കാണുന്നുണ്ട്, ഈ നിക്കോദീമോസ് കടുകുമണിക്ക് സദൃശമായ ദൈവരാജ്യത്തിൻ്റെ പ്രകാശം തൻ്റെ മനസ്സിൽ വിതച്ചുകൊണ്ടാണ് യേശുവിൻ്റെ അരികിൽ നിന്ന് പോകുന്നത്. പിന്നീട് അദ്ദേഹത്തെ നമ്മൾ കാണുന്നത് കുരിശിൽ നിന്നിറക്കിയ ലോകത്തിൻ്റെ പ്രകാശമായവനെ ഏറ്റുവാങ്ങുന്ന ആ ഒരു വലിയ നന്മയാണ്. അവൻ്റെ ശരീരത്തിൽ പരിമളമേകുന്ന പ്രകാശത്തിൻ്റെ വൃക്ഷമായി മാറുന്ന ഒരു നിക്കോദീമോസിനെയും ജോസഫിനെയും ഒക്കെ നമ്മൾ അവിടെ കാണുന്നുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ കാറ്റിനെ തൊട്ടറിഞ്ഞവരായിട്ട് അവർ മാറുകയാണ്. കാറ്റ് അതിന് ഇഷ്ടമുള്ളതേക്ക് വീശുന്നു. അതിൻ്റെ സ്പർശം അറിഞ്ഞ ഒരു നിക്കോദീമോസ്, ആ നിക്കോദീമോസ് കർത്താവിൻ്റെ തിരുശരീരം ഏറ്റുവാങ്ങുന്ന നിക്കോദീമോസായിട്ട് മാറി. ഇരുട്ടിൽ നിന്ന് വന്ന് പ്രകാശത്തെ കണ്ടവൻ ഏറ്റവും അവസാനം ലോകത്തിൻ്റെ പ്രകാശമായവനെ ലോകത്തിൻ്റെ മുമ്പിൽ കാട്ടിക്കൊണ്ട് അവന് വേണ്ടി സാക്ഷി നൽകുവാൻ തക്കവണ്ണം അവൻ്റെ മരണശേഷം യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ആ തൊട്ടു മുന്നിലുള്ള സമയങ്ങളിൽ കർത്താവിന് വേണ്ടി സാക്ഷി നൽകുന്ന വ്യക്തിത്വമായിട്ട് മാറുന്നു. കുരിശിൻ്റെ ഭാഷയിൽ നിന്നുകൊണ്ട് കർത്താവിന് വേണ്ടി സാക്ഷി നൽകുവാനാണ് ഓരോ ക്രിസ്ത്യാനിയുടെയും ദൗത്യം എന്നുള്ളത് നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. ജോർദാനിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് വാസിച്ചപ്പോൾ സ്വർഗം കർത്താവിനെപ്പറ്റി പ്രഖ്യാപിച്ചു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. താബോറിൽ ആ സ്വരം ശിഷ്യന്മാർ കേട്ടു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവൻ്റെ വാക്ക് ശ്രവിക്കുവാൻ. നമ്മൾ കാണുന്നു, ഈ പരിശുദ്ധാത്മാവിൻ്റെ ആഗമനം വരുമ്പോൾ ആ സ്വരമാണ് തൊടുന്നവനെ അറിയുന്നതും ആ സ്വരം കേട്ടറിയുന്നതുമായിട്ടുള്ള അനുഭവം. വേദോസ് ജോയൽ 2:30 പറയുന്നുണ്ട്, അന്നിങ്ങനെ സംഭവിക്കും, എല്ലാവരുടെയും മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ വർഷിക്കും എന്ന് പറയുന്നുണ്ട്. നമ്മൾ പരിശുദ്ധാത്മാവിനെ വിലമതിക്കാൻ നമുക്ക് കഴിയുന്നത് ദൈവവചനത്തെ നമ്മൾ മാനിക്കുമ്പോഴാണ്. നമ്മുടെ ജീവിതയാത്രയിൽ ഈ നിക്കോദീമോസ് ദൈവത്തെ മാനിച്ചു. അതുകൊണ്ട് ദൈവത്തിൻ്റെ അടയാളങ്ങൾ തിരിച്ചറിയുവാനായി ദൈവത്തിൻ്റെ അരികിൽ വന്നതിന് ശേഷം ഈശോയുടെ പ്രകാശം ഏറ്റുവാങ്ങി അയാൾ പ്രകാശമായിട്ട് ലോകത്തിൻ്റെ മുമ്പിൽ നിലപാടുകളെടുക്കുന്ന വ്യക്തിത്വമായിട്ട് മാറുന്നു. നമ്മളോട് വേദോത്സവം പറയുന്ന ഒരു വാക്കുണ്ട്, കൂടാരത്തിരുന്നാളിൽ യേശു എഴുന്നേറ്റ് പറയുന്ന ഒരു വാക്ക്, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. അവനിത് പറഞ്ഞത് തന്നെ വിശ്വസിക്കുന്നവർ സ്വീകരിക്കാതിരിക്കുന്ന ആത്മാവിനെ പറ്റിയാണെന്ന് യോഹന്നാൻ 7:37 പറയുന്നു. ദാഹത്തോടെ രാത്രിയുടെ യാമങ്ങളിൽ നിക്കോദീമോസ് കർത്താവിൻ്റെ അരികിലേക്ക് കടന്നു വന്നു. അവനിൽ നിന്ന് കുടിച്ചു, യേശുവിൽ നിന്ന് അവൻ കുടിച്ചു. ദൈവത്തിൻ്റെ വചനം അവൻ പാനം ചെയ്തു. ആ പാനം ചെയ്തവൻ വിശ്വസിച്ചു. ആ വിശ്വസിച്ചവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിച്ചതുപോലെ യേശുക്രിസ്തുവിൻ്റെ മരണശേഷം കർത്താവിൻ്റെ തിരുശരീരം ഏറ്റുവാങ്ങി, ഇതാണ് ലോകത്തിൻ്റെ പ്രകാശമെന്ന് പറയാൻ
ഈ പ്രകാശത്തെ കണ്ടറിഞ്ഞ നിക്കോദേമോസിൻ്റെ ജീവിതം കൊണ്ട് അദ്ദേഹം ഒരു വലിയ സാക്ഷ്യം നൽകി. നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ജീവിതത്തിൻ്റെ ബലഹീനതകളെ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം. റോമാലേഖനം 8:26 പറയുന്നു, നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു, വേണ്ടതും പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ, നല്ല വാച്യമായ നെടുവീർപ്പിടാൻ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മാസം വഹിക്കുന്നു. നമുക്ക് വേണ്ടി മാസം വഹിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തിക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതയാത്രയിൽ നിക്കോദേമോസിനെ പോലെ കർത്താവിനെ കണ്ടുമുട്ടുവാൻ നമ്മുടെ സന്ധ്യയുടെ യാമങ്ങളെയും നമ്മുടെ ജീവിതത്തിൻ്റെ പുലരികളെയും നമുക്ക് വിനിയോഗിക്കാം. കർത്താവിന് സാക്ഷ്യം നൽകുന്നതിൽ നീ ലജ്ജിച്ചു പോകരുത് എന്നുള്ള തിരുവചനം ഓർക്കുകയും ദൈവകരുണയിൽ ദൈവമേ നിനക്ക് നിത്യസാക്ഷ്യം നൽകുവാൻ ഞങ്ങളുടെ ജീവിതത്തെ അങ്ങടേതാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. എൻ്റെ വചനം ഏറ്റുപറയുന്നവനെ ഞാനും ദൈവദൂതന്മാരുടെ മുമ്പിൽ ഏറ്റുപറയുന്നു എന്നുള്ള തിരുവചനം നമുക്ക് ഓർക്കുകയും ആ വചനം ഏറ്റുപറയാനുള്ള ശക്തിക്കായി നമ്മെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവം നമ്മോട് കരുണയാകട്ടെ.